നമസ്കാരം. കടുത്ത സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. രാജ്യത്തെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ധനമന്ത്രി ഇഷാദ് ദർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ദുരിത ജീവിതം തുടരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഊർജ്ജ വിലക്കയറ്റമാണ് കഴിഞ്ഞ 2 വർഷമായി രാജ്യത്തെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടത്. 2022 മെയ് മുതൽ ഭക്ഷ്യവിലക്കയറ്റം 20% മുകളിലായിരുന്നു. പിന്നീട് 2023 മെയ് ആയപ്പോഴേക്കും ഉപഭോക്തൃ വിലക്കയറ്റം 38% ഉയർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുകുലുക്കിയത് രാജ്യത്തിന്റെ 1/3 വെള്ളത്തിനടിയിലായതോടെയാണ്. ഇത് പാകിസ്ഥാന്റെ സമസ്ത മേഖലകളുടെയും വളർച്ച മുരടിപ്പിക്കുന്നതിനുള്ള കാരണമായി മാറി. പണപ്പെരുപ്പം ഏതാണ്ട് 25% രാജ്യം അതിന്റെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. രൂപയുടെ മൂല്യം ഗണ്യമായി കുറയുകയും പണപ്പെരുപ്പം ദശാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ, ധനമന്ത്രാലയം, മറ്റ് സംഘടനകളെല്ലാം പാകിസ്ഥാന്റെ തകർച്ച തടയാനുള്ള നിർണായകമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. എന്നാൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്കും മാനുഷികവും ആരോഗ്യപരമായ ദുരിതത്തിലേക്കും നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതേസമയം കയറ്റുമതിയിൽ നിന്നും രാജ്യത്തിന് ആവശ്യമായ സമ്പത്തിന്റെ വലിയൊരു ഭാഗം കണ്ടെത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. കാര്യമായ പുരോഗതി അവകാശപ്പെടാനില്ലാത്ത പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ് കയറ്റുമതിയാണ്. പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യം ഏതാണെന്നറിയാമോ? ആ പേര് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാജ്യം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. അമേരിക്കയിലേക്കാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതെന്നാണ് ഈ പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വർഷം മെയ് മാസം വരെ പാകിസ്ഥാൻ $2037 മില്യൺ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9.4% വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം $1862.09 മില്യൺ ഉൽപ്പന്നങ്ങളായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വിറ്റത്. അമേരിക്ക കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ചൈനയ്ക്കാണ്. ഈ വർഷം ആദ്യ 4 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ $813.44 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് വിറ്റഴിച്ചത്. പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ 3-ാം സ്ഥാനം ബ്രിട്ടനാണ്. ഈ വർഷം $761.39 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ബ്രിട്ടൻ പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ 4-ാം സ്ഥാനം UAEക്കാണ്. $737 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാൻ UAEയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.